സ്തുതി എന്നുള്ളൊരു വേറെ ഒരു വാക്ക് നമ്മൾ പറയും, കൂടെ പറയും. എന്താ ആ വാക്ക്? ഹല്ലേലൂയ. അത് ഏത് ഭാഷയിലും ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും അല്ലേ, എല്ലാ ഭാഷയിലും അതാണ് സ്വർഗത്തിലെ ഭാഷ. നമ്മുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞ് നമ്മൾ നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ആ പദവും ഹല്ലേലൂയ എന്ന് തന്നെയാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ കഥ എഴുതുന്നതും പറയുന്നതും ഒക്കെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ കൊച്ചുമക്കൾ വീട്ടിലുള്ളപ്പോൾ അവരിങ്ങനെ ഓരോ അനുഭവ കഥ പറയാനായിട്ട് പറയും. മൂത്തവള് ലിസ എന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ലിസ? അവളെ ഇനി ഡിസംബറിൽ വരും. അപ്പോൾ ഇങ്ങനെ അപ്പത്തിൻ്റെ അനുഭവ കഥയെന്ന് പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വയസ്സ് 72 72 കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് റൂത്ത് എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയുടെ കഥയാണ്. റൂത്ത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? റൂത്ത് എന്ന പഴയ നിയമത്തിലല്ലേ? ആ റൂത്ത് ആരായിരുന്നു? എവിടുത്തെ കാര്യമായിരുന്നു? സ്വദേശം എവിടെയായിരുന്നു? റൂത്തിൻ്റെ സ്വദേശം മോവാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് വേറെ ഒരു റൂത്തിൻ്റെ കഥയാണ്. ഒരു ഇംഗ്ലീഷുകാരി, ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വല്യമ്മച്ചി റൂത്തിൻ്റെ കഥയാണ്. അപ്പോൾ എൻ്റെ കൊച്ചുമോൾ എൻ്റെ അടുത്ത് വന്നാൽ ഓരോ കഥയൊക്കെ ചോദിക്കുന്ന പോലെ ഒരു മകൾ കൊച്ചുമോളുണ്ടായിരുന്നു. അവളുടെ പേര് ബെറ്റ്സി എന്നായിരുന്നു. അമ്മച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ കൊച്ചുമോളുടെ തലമുടിയൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ചോദിച്ചത്, അമ്മച്ചി ഗ്രാൻഡ്മാ വിൽ യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി? അങ്ങനെ. അപ്പോൾ വല്യമ്മച്ചി ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. മോളെ, ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സംഗതി ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഒരു ഗ്രാമർ ക്ലാസ് ആയിരുന്നു. ഗ്രാമറിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്പെല്ലിങ്ങൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുകയും സാറ് മാർക്കിടുകയൊക്കെ ചെയ്യുന്ന അതുപോലെ ബിലീവ് എന്ന് പറഞ്ഞൊരു വാക്ക് സ്പെല്ല് ചെയ്യാം, അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ എമി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. എമിയോടായി ചോദിച്ചു. നമ്മുടെ ചർച്ചിലെ എമി എന്ന് പേരുള്ള ഒരു അമ്മച്ചി ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമോ? നന്തങ്കോട്ട് നിന്ന് വരുന്ന പ്രസാദങ്ങളിൻ്റെ അവിടുത്തെ അമ്മച്ചി. അതുപോലെ ഈ എമിയോട് ഒരു ചോദ്യം ചോദിച്ചു. ബിലീവ്. നമ്മളൊക്കെ വിശ്വാസികളാണ് അല്ലേ? ദൈവത്തിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ബിലീവ്. ആർക്കെങ്കിലും തെറ്റുകൂടാതെ പറയാമോ ബിലീവിൻ്റെ സ്പെല്ലിങ്? BELIEVE അല്ലേ? ബിലീവ്. റിസീവിൻ്റെ സ്പെല്ലിങ് പറയാമോ? അതുപോലെ ഈ കുട്ടി, ആ കുട്ടിയുടെ പേരെന്തോ? എമി. എമിയോട് ഈ ചോദ്യം ചോദിച്ചു. അപ്പോൾ എമി കറക്റ്റായിട്ട് പറഞ്ഞു BLIEVE എന്ന് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ പറഞ്ഞു? ആ കുട്ടി പറഞ്ഞ ശരിയാണോ എന്ന് തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടിയുടെ പേരാണ് ബെറ്റ്സി. ബെറ്റ്സി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. ബെറ്റ്സിയോട് ചോദിച്ചു. അപ്പോൾ BLEIVE എന്നാണ് പറഞ്ഞതെന്ന് തെറ്റായിട്ട് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ കുട്ടി ഒന്നാമത് എല്ലാത്തിലും വരും. എവി എന്ന് പറഞ്ഞ കുട്ടി നല്ലവണ്ണം പഠിക്കും. അതിന് അച്ഛൻ മരിച്ചുപോയി, അമ്മ അതിനെ പാടുപെട്ട് വളർത്തുന്നത്. എന്നാലും അത് നല്ലവണ്ണം പഠിക്കും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെല്ലാം നല്ലവണ്ണം വീട്ടിൽ പോയി ഇരുന്ന് വായിച്ച് പഠിച്ച് അങ്ങനെ ആണ് ഈ കുട്ടി തെറ്റില്ലാതെ പറയാനായിട്ട് സാധിച്ചത് ഈ കുട്ടിക്ക്. അപ്പോൾ ബെറ്റ്സി എന്ന് പറഞ്ഞ ഈ കുട്ടിക്ക് ഈ എമിയോട് കുറച്ച് നീരസം.
സ്പൈറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക അതിന് വേറൊരു വാക്ക്, ഒരു അസൂയ. ഒരു അസൂയ. കാരണം എല്ലാത്തിനും 100 മാർക്ക് വാങ്ങിക്കും ഈ എമി. അവളെ അങ്ങനെ വിട്ടാനൊക്കത്തില്ലല്ലോ, അവളിങ്ങനെ ഇരുന്നാൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എവളെന്ത് ചെയ്തു? ഈ വൈരാഗ്യം, ഈ നീരസം, ഈ അസൂയ കൊണ്ട് തെറ്റായിട്ട് പറഞ്ഞു. എമി പറഞ്ഞത് BLEIVE എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അത് ശരിയാണെന്ന് തന്നെ, ഈ തെറ്റാണ് ഈ കുട്ടി പറഞ്ഞതെന്ന് ടീച്ചർ ഒന്ന് ധരിച്ചു. വേറെ ഒരാൾ സാക്ഷി പറഞ്ഞിരിക്കുകയല്ലേ, സാക്ഷി കള്ളം പറയാമോ? അപ്പോൾ ഈ അസൂയ കൊണ്ടാണ് ഈ ബെറ്റ്സി കള്ളം പറഞ്ഞത് അല്ലേ. ആ കുട്ടിയെ മോശമാക്കണം, അത് തെറ്റാണ് പറഞ്ഞതെന്ന് വരുത്തണം. അതിനു വേണ്ടിയാണ് ഈ കള്ളം പറഞ്ഞത്. ടീച്ചർ എന്ത് ചെയ്തെന്നറിയാമോ? സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് നിങ്ങളവിടെ ഇതിൻ്റെ ക്ലാസ് റൂമിൻ്റെ മൂലയ്ക്ക് പോയി നിൽക്കാൻ പറ്റും. അങ്ങനെ ആ പാവം കുഞ്ഞ് ആ ക്ലാസ് റൂമിൻ്റെ അതെന്തെങ്കിലും തെറ്റ് ചെയ്തോ? എങ്കിൽ ഒരു തെറ്റും ചെയ്തില്ല. നല്ലവണ്ണം പഠിച്ച് സ്പെല്ലിംഗ് ഒക്കെ നല്ലവണ്ണം പഠിച്ചുകൊണ്ട് വന്ന് നല്ലവണ്ണം കറക്റ്റായിട്ടുള്ള ആൻസറാ പറഞ്ഞതല്ലേ. പക്ഷേ ടീച്ചറും തെറ്റിദ്ധരിച്ചു. മറ്റേ കൊച്ച് പറഞ്ഞതിൻ്റെ ബേസിസിൽ അല്ലേ, പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ടീച്ചർ തെറ്റിദ്ധരിച്ചു. ഈ കുട്ടി തെറ്റായ ആൻസറാ പറഞ്ഞതെന്ന്. ഞാനൊരിക്കെ ഇവിടെ ഒരു ശുശ്രൂഷയിൽ ഏലിയാവെന്ന് പറഞ്ഞ് ഒരു മകനുണ്ടായിരുന്നു, ഇശായി. നമ്മളിപ്പോൾ പഴയ നിയമത്തിലെ റൂത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റൂത്തിൻ്റെ മകൻ്റെ കൊച്ചുമകനാണ് ഇശായി. ഇശായി എന്ന് പറയുന്നത് ആരാ? ദാവീദിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞതുപോലെ ഈ അങ്ങനെ മൂലയ്ക്ക് പോയി നിൽക്കാൻ ആ കുട്ടി സങ്കടപ്പെട്ട് മൂലയ്ക്ക് പോയി. വൈകുന്നേരം എല്ലാ കുട്ടികളും ഇങ്ങനെ പോയപ്പോൾ അതിങ്ങനെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കിയപ്പോൾ നോ ഓൾട്ടർ അല്ലേ, എങ്കിലും ഇങ്ങനെ ടീച്ചർ പറഞ്ഞതല്ലേ അനുസരിക്കാതൊക്കത്തില്ല. കുട്ടി ക്ലാസ് റൂമിൻ്റെ മൂലയ്ക്ക് പോയി അങ്ങനെ. അപ്പോൾ ഈ ബെറ്റ്സി ഉണ്ടല്ലോ, അസൂയക്കാരി, അവളെന്ത് ചെയ്തു? എന്താ സംഭവിക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ എന്ന് കരുതി അവൾ ഇങ്ങനെ പയ്യെ പരതി നടന്നു. ക്ലാസ്സൊക്കെ വിട്ടു, എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുക. എൻ്റെ പെൻസിലെടുത്ത് ബുക്കെടുത്ത് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. അതിനു വേണ്ടിയാണ് ഈ ബെറ്റ്സി അവിടെ ക്ലാസ് റൂമിൽ തങ്ങി നിന്നത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, നീ എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ കറക്റ്റായിട്ട് BLEIVE എന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. നോ, നീ എങ്ങനെയാണ് കള്ളം പറയുന്നത്? ഹൗ ക്യാൻ യു സേ ലൈ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു. നോ ടീച്ചർ എന്ന് പറഞ്ഞു. ഇവിടെ സങ്കടപ്പെട്ട് പറഞ്ഞു, ഞാൻ ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഇന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ 3-4 അടി ഈ ടീച്ചർ ഈ എമിക്ക് കൊടുത്തു. എമി സങ്കടപ്പെട്ടു. അപ്പോൾ മറ്റവള് ബെറ്റ്സി ഇങ്ങനെ കഥകിൻ്റെ മറവിൽ നിൽക്കുക. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ വാസ്തവത്തിൽ സന്തോഷിച്ച് ഒക്കെ ഇരിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും ഒക്കെ വീട്ടിൽ പോയി. പക്ഷേ ഇവളുടെ അമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ ബെറ്റ്സിയോട് അവളുടെ അമ്മ മരിച്ചു പോയായിരുന്നു. ആ അമ്മ പറഞ്ഞു, മോളെ നീ എന്ത് വന്നാലും കള്ളം പറയരുത്, ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ മകളായിട്ട് ജീവിക്കണം, ഒരു സാഹചര്യത്തിൽ നീ കള്ളം പറയരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. അമ്മ അവസാനമായിട്ട് മകൾക്ക് കൊടുത്ത ഒരു ഉപദേശം ഇതായിരുന്നു. അതിങ്ങനെ ആദ്യമൊക്കെ കുറച്ച് നേരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് കളിച്ച് ഒക്കെ നടന്നു. പിന്നെയാണ് ഇങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ കള്ളം പറയരുതെന്ന്. ഞാൻ കള്ളം പറഞ്ഞല്ലേ ആ കൊച്ചിനെ അടി വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ് എവള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു മനുഷ്യനൊരു വിഷം. നിർദോഷിയായ കുട്ടിയെ ഞാൻ കള്ളം പറഞ്ഞ് സത്യമായിട്ട് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടും ഇവള് സാക്ഷ്യം പറഞ്ഞു എതിരായിട്ടല്ലേ, തെറ്റായ സ്പെല്ലിങ്ങാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അവർക്ക് ഇത് വലിയ പ്രയാസമായി. എന്ത് ചെയ്യാൻ? പാവം പിടിച്ച കൊച്ചിനെ ഞാൻ
എന്നാൽ എമിയാണെങ്കിൽ എവിടെ വലിയ കാര്യമായിട്ട് ആ ബെച്ചി എന്ന് പറഞ്ഞപ്പോഴും തോളെ കഴിഞ്ഞിട്ട് കളിക്കാനൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ആണെങ്കിലും ബെച്ചിന്ന് അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഒരു മനോഭാവം, അതുപോലെ ഒരു ബെച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട എൻ്റെ അമ്മ അവസാനമായിട്ട് എന്നോട് പറഞ്ഞ, അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ എന്നിട്ട് അമ്മയുടെ ഉപദേശം സ്വീകരിക്കാതെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ട് എനിക്ക് അതിനോട് ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു, അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു, കവന്ന് കിടന്നു, ആ കുട്ടിക്ക് ഇങ്ങനെ അതിൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പ എന്നെ എമിയുടെ വീട്ടിൽ കൊണ്ടുപോകണം, എന്നെ എമിയുടെ വീട്ടിൽ കൊണ്ടുപോകണം. എന്തോ ഈ ആ സമയത്ത് നീ പറയുന്നത് എന്തുമായിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിനെ ശാസിച്ചു. പിന്നെയും അവൾ, അപ്പാ എനിക്ക് എമിയുടെ വീട്ടിൽ പോകണം, എനിക്ക് എമിയെ കാണണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ശരിക്കാം എന്ന് പറഞ്ഞ് ഇവർ എമിയുടെ വീട്ടിൽ ചെന്നു. യാതൊരു കാരണവും കൂടാതെ അടിവാങ്ങിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഗതി, ഏതാണ്ട് 60 കൊല്ലം മുമ്പാണ്, സാൽവേഷൻ ആർമി സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക്, ഞാൻ പഠിത്തത്തിൽ അത്ര വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു, എന്നാലും ടോപ്പിലെ 4-5 പേരിലൊക്കെ വരുമായിരുന്നു. ആ ഒരു കുട്ടിക്ക് എന്നോടൊരു അസൂയ. അതെന്ത് ചെയ്തെന്നറിയാമോ? ഒരു കടലാസിൽ ഒരു ചീത്ത വാക്ക് എഴുതി ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഐസക്ക് ഇത് എന്നെ വിളിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്ററുടെ മകനും ഞാനും കൂട്ടുകാരും അടുത്തടുത്താണ് താമസിക്കുന്നത്, കവടിയാറിലെ ഗോൾഡ് ഡ്രീംസ് റോഡിൽ. ഞങ്ങൾ കൂട്ടുകാരാണ്. ഹെഡ് മാസ്റ്റർ എന്നെ അവിശ്വസിക്കാനായിട്ട് എന്തോ ഞാനത് പറയുമെന്ന് അദ്ദേഹം വിചാരിക്കാറുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇയാളുടെ ഈ കണ്ണിങ് നേച്ചർ കൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ ഇങ്ങനെ ഞാൻ അയാളെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് എഴുതിയ കൊടുത്ത്, നേരിട്ടങ്ങനെ ഈ ചീത്ത ഹെഡ് മാസ്റ്ററോട് പറയുന്നത്, അതുകൊണ്ട് എഴുതി കൊടുത്തു. സാർ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൽ വിളിപ്പിച്ചു. കഴിഞ്ഞു 4-5 അടി എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ അയാളെ ഒരു ചീത്തയും വിളിച്ചില്ല. ഇങ്ങനെ എന്നോടുള്ള ദേഷ്യത്തിന് എനിക്ക് അടി വാങ്ങിച്ചു തന്നു. വീട്ടിൽ പറയാൻ നീ വേണ്ടാലും കാണിച്ചിട്ടാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് കാണിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അടി സന്തോഷത്തോടെയോ സന്താപത്തോടെയോ ഏറ്റുവാങ്ങി. അത് പഴയ കാര്യം, 60 കൊല്ലം മുമ്പ് എനിക്ക് സംഭവിച്ചൊരു യഥാർത്ഥ. എന്നിട്ട് പിന്നെ അയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? പിന്നെ ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസിൻ്റെ ഫാദർ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു സാൽവേഷൻ ആർമി സ്കൂളിൽ. അപ്പോൾ അയാൾ ഇരിക്കുക പിന്നീട് സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടപ്പോൾ, സാറേ ജോസഫ് എലീശ സാർ അറിഞ്ഞോ, ഒരു കള്ളനോട്ട് കേസിൽ അയാൾ പ്രതിയായി. അയാളെ പോലീസ് പിടിച്ച് ഇടിക്കുകയും കേസ് ചാർജ് ചെയ്യുകയും ജയിലിൽ പോയി കിടക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു ആ മനുഷ്യൻ. ഈ കള്ളത്തരം ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എനിക്ക് അടി വാങ്ങിച്ചു തന്ന അയാൾ ഇങ്ങനെ ഒരനുഭവം വന്നു. അങ്ങനെ എനിക്ക് എമിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഈ ബെച്ചി പപ്പായെ വളരെ നിർബന്ധിച്ച് അവസാനം പപ്പ കൊണ്ടുപോയി. ഈ എമിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മോണ്ടവി വഴി വെച്ച് ഡോക്ടറെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഈ അസമയത്തൂടെ വന്ന് അതിങ്ങനെ എനിക്ക് സുഖമില്ല, എമിയെ കണ്ടിട്ട് എനിക്ക് ഇത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഇത്. അങ്ങനെ അപ്പനും മകളും കൂടെ എമിയുടെ വീട്ടിൽ ചെന്നു. അപ്പോഴത്തേക്ക് അവൾ പനി പിടിച്ച് കിടക്കുക. ഡെലീറിയം എന്ന് പറഞ്ഞ ഡോക്ടർമാർക്കൊക്കെ അറിയാം, ഒരു സ്റ്റേജ്. ഇവൾക്ക് 2 ആഴ്ചയായിട്ട് പനിയായിരുന്നു. ആ പനിയിലും അവൾ പഠിക്കേണ്ടതൊക്കെ പഠിച്ച് പ്രയാസപ്പെട്ട് സ്കൂളിൽ പോയി നല്ലവണ്ണം ആൻസർ ചെയ്ത് ആണ്. അതിൻ്റെ കൂടെ ഈ അടിയുടെ മനപ്രയാസവും പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയതൊക്കെ കൊണ്ട് അവൾ വല്ലാതെ വിഷമിച്ചു. സാധാരണ രീതിയിൽ ഒരു കുറ്റം ചെയ്ത അടിയാണെങ്കിൽ ആ ഓർഡർ ചെയ്തു, അങ്ങനെ 2 കൊടുത്തിട്ടല്ലേ എനിക്ക് കിട്ടിയത്, വിചാരിക്കും. ഇത് അങ്ങനെയല്ല, യാതൊരു കുറ്റം ചെയ്യാതെ അതിൻ്റെ മനസ്സങ്ങ് വിഷമിച്ച് അതിന് പനിയായിരുന്നു 2 ആഴ്ച കൊണ്ട്. എന്നാലും അത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. ഈ സംഭവം കൂടെ നടന്നതിന് ശേഷം അവളിങ്ങനെ ഒന്നും കഴിക്കാതെ കിടന്നു. പനി മൂർച്ഛിച്ചു. ഡോക്ടർ പറഞ്ഞു ഇതിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സോക്കേടാണ്,
വിജയം പറയുന്നു. ഒരു സോക്കടങ്ങ് കൂടി, ടെമ്പറേച്ചറൊക്കെ കൂടി, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്താൽ അവൾ ഇങ്ങനെ കിടപ്പിലായിരിക്കുക. ഇങ്ങനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒന്നും മനസ്സിലാകുന്നുമില്ല. ഷീ വാസ് ഇൻ എ അൺകോൺഷ്യസ് സ്റ്റേജ്. ഡെലിവറിയം എന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ കിടക്കുകയാണ് എമി. ഇങ്ങനെ സങ്കടപ്പെട്ട് പിന്നെ തിരികെ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് എമി രോഗത്തിന് കീഴ്പ്പെട്ടു. ഷീ സക്കംഡ് ടു ദി മെനിഞ്ചൈറ്റിസ്. മരിച്ചു. പിന്നെ അവൾക്ക് സമാധാനമില്ല. അയ്യോ, ഞാൻ മുഖാന്തരമാണല്ലോ അകാലത്തിൽ എൻ്റെ കൂട്ടുകാരി മരിക്കാനിടയായത്, എന്നെ കൂടുതലായിട്ട് സ്നേഹിച്ച ആ കുട്ടി മരിക്കാനിടയായതെന്ന് പറഞ്ഞ് അവൾ പിന്നെ ഒരിക്കൽ ഈ ഗ്രേവ് യാർഡിൽ ഈ എമിയയുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് പൂക്കളൊക്കെ അവിടെ കിടക്കുക. അവളിങ്ങനെ സങ്കടപ്പെട്ടു. എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ മുഖാന്തരമാണല്ലോ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഇങ്ങനെ അകാലത്തിൽ മരിക്കാനിടയായത്, ചെറുപ്പത്തിൽ മരിക്കാനിടയായത്. അയ്യോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടതായിട്ട് അവൾക്ക് ഒരു ബോധ്യമുണ്ടായി. അവളങ്ങനെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ വല്യമ്മച്ചി പറഞ്ഞത്, ഈ കഥ അവളുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയായി പറഞ്ഞത്? ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചും ഇടപെട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. അങ്ങനെ നമ്മൾ സത്യമേ പറയാതെ അതിനെപ്പറ്റി നമ്മുടെ കർത്താവിൻ്റെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ഹൈന്ദവ സ്നേഹിതനൊക്കെ പറഞ്ഞു, മിസ്റ്റർ ജോഷി, ജീസസ് ക്രൈസ്റ്റാണ് സത്യത്തെപ്പറ്റി നല്ലൊരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. കർത്താവ് എന്താ പറഞ്ഞത് സത്യത്തെപ്പറ്റി? ആർക്കെങ്കിലും പറയാമോ? കർത്താവ് സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംഗതി പറഞ്ഞു. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കട്ടെ. ഇതിൽ കൂടുതലായിട്ട് കൊടുക്കും തൊങ്ങലും ഒക്കെ വെച്ച് പറയുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളത് മാത്രമാണ്. നമ്മുടെ വാക്ക് പ്രവർത്തിയെല്ലാം സത്യമുള്ളതായിരിക്കണമെന്ന് അമ്മയെ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാം ഈ കഥ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നിങ്ങൾ കള്ളം പറയൂ? ഇല്ല. കള്ളം പറയേണ്ടി വന്നാലും അതിൽ നിന്ന് കഴിയുമെങ്കിൽ ഒഴിഞ്ഞു മാറും. നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും ദോഷം അനുഭവിക്കേണ്ടി വന്നാൽ അത് നമുക്ക് സ്വസ്ഥത കെടുത്തും, നമുക്ക് സമാധാനം കെടുത്തും. ഈ കുട്ടിക്ക് ബെൻസിക്ക് ആദ്യമൊക്കെ സന്തോഷമായിട്ട് തോന്നിയാ ഞാൻ അവൾക്ക് 2 കൊടുത്തല്ലോ, 2 കുടിപ്പിച്ചല്ലോ എന്ന് ഓർത്ത് കഥയുടെ മറുപടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചുള്ള അവസാനം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ദൈവമേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റാണല്ലോ, എൻ്റെ അസൂയമുണ്ട്, എൻ്റെ സ്പൈറ്റുമുണ്ട്, എൻ്റെ ദുരുദ്ദേശം കൊണ്ട് പറ്റിപ്പോയതാണല്ലോ, അതെന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൾ ക്ഷമ പ്രാപിച്ചതായിട്ട് ആണ് ഈ തിരുമുത്തെന്ന് പറഞ്ഞ അമ്മ കഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് പിന്നെ ഈ ചിൽഡ്രൻസ് വർഷിപ്പിനെ പറ്റി കുറച്ച് മോശമായ രീതിയിൽ ഉള്ള അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന് പിള്ളേരെല്ലാം കൂടെ കിടന്ന് അടിപിടി ഓടിക്കുക, ഓടി മറിയുക, ഇങ്ങനെയൊക്കെയുള്ള എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾ ഇരിക്കുന്ന കണ്ടു. പാട്ട് പഠിക്കാനുമൊക്കെ കഥ കേൾക്കാനുമൊക്കെ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒക്കെ ഇരിക്കുന്ന കണ്ടു. വളരെ സന്തോഷം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Just
ഇൻസ്പെക്ട് ചെയ്യാൻ, നമ്മൾ പരിശോധിക്കാനായിട്ട് ആരൊക്കെ വരും നമ്മുടെ സ്കൂളിൽ? ഹെഡ് മാസ്റ്റർ വരും, പിന്നെ ടീച്ചർ എപ്പോഴും ഉണ്ടല്ലോ, DEO വരും അല്ലേ, ഓഫീസിൽ നിന്ന് DEO വരും, AEO വരും അല്ലേ, നമ്മളെ പരിശോധിക്കാനായിട്ട് നമ്മളെങ്ങനെയാ കാണുന്നത്. അതുപോലെ ഇന്നൊരു അപ്പച്ചൻ വന്നാൽ കണ്ടോ, സാറ് വന്നാൽ കണ്ടോ, അപ്പൊ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഈ സാറിന് ഉണ്ടായത്. നിങ്ങൾ നല്ല കുട്ടികളാണ്, നല്ല മിടുക്കന്മാരാണ്, നല്ല പഠിക്കുന്ന കുട്ടികളാണ്. ഇതേപോലെ എപ്പോഴും നിങ്ങളെ കുറിച്ച് എല്ലാവരും പറയണം അല്ലേ. നിങ്ങളെ സ്കൂളിലെ ടീച്ചർ പറയണം, നിങ്ങൾ ഈ ചിൽഡ്രൻസ് വർക്ക്ഷോപ്പിൽ വന്ന ശേഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ നന്നായിട്ട് ആരാധിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല സ്വഭാവമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ചിൽഡ്രൻസ് വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന ശേഷം കള്ളം പറയത്തില്ല. ഇതൊക്കെ നിങ്ങളെ കുറിച്ച് ആര് പറയണം? ഇതേപോലെ നിങ്ങളുടെ ടീച്ചർമാർ പറയണം, സ്കൂളിലെ ടീച്ചർമാർ പറയണം, നിങ്ങളുടെ പാരൻസ് പറയണം അല്ലേ. പിന്നെ നിങ്ങളെ കാണുന്ന എല്ലാവരും പറയണം, നിങ്ങൾ ഈ ചിൽഡ്രൻസ് വർക്ക്ഷോപ്പിൽ വന്ന ശേഷം എന്ത് ചെയ്യണം, എന്താണെന്ന് നിങ്ങൾ നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്. ഇപ്പൊ ഇന്ന് പറഞ്ഞു കേട്ടോ, സാർ പറഞ്ഞു കേട്ടോ നിങ്ങളെ പറ്റി. അതേപോലെ നിങ്ങൾ എല്ലാവരും പറ്റിയും എല്ലാവരും നിങ്ങളെ പറ്റി നന്നായിട്ട് പറയണം. ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ചെറിയ കഥ, സമയം അധികമില്ല, എങ്കിലൊരു ചെറിയ കഥ നിങ്ങൾ ഇന്ന് പഠിക്കാം. നേരത്തെ നമ്മള് രണ്ട് സഹോദരിമാരെ കുറിച്ച് കേട്ടല്ലോ കഥയില്ല. ആരൊക്കെയാണ്? രൂത്തല്ലേ മോള്? രൂത്തും യമീം ബെറ്റ്സി അല്ലേ. അപ്പം ബെറ്റ്സി എന്ത് ചെയ്യുമായിരുന്നു? യമിയെ കുറിച്ച് മോശമായിട്ട് പറയുമായിരുന്നു അല്ലേ. യമിയെ വളരെ ഹർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു അല്ലേ. വളരെ യമി നല്ല കുട്ടിയാണെങ്കിലും യമിയെ പറ്റി മോശമായിട്ട്, വളരെ മോശമായിട്ട് പറഞ്ഞ് യമിയുടെ മാനസിക അവസ്ഥയെ തകർത്തു അല്ലേ ഈ ബെറ്റ്സി. അതേപോലെ ഒരു കഥ നമുക്ക് ഇന്ന് പഠിക്കാം. അതിനു മുമ്പ് ഇന്ന് സജീവ് അങ്കിള് പ്രാർത്ഥിച്ചപ്പോ ഒരു കഥ, ഒരു കാര്യം പറഞ്ഞു. ആരെങ്കിലും കേട്ടോ? ഒരാളെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ആ ആളെ പോലെ ആകണമെന്ന് കേട്ടോ? പ്രാർത്ഥിച്ചപ്പോ യേശുവിനെ മോൻ കേട്ടു, ശമുവേൽ ബാലനെ പോലെ. ഈ സജീവങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും ഇതേപോലെ പ്രാർത്ഥിച്ചത് ഞാൻ ഇവിടെ പ്രസംഗിച്ചത്, നിങ്ങളോട് കഥ പറഞ്ഞത്. അതേപോലെ ഇന്നും അങ്കിള് ദൈവാത്മാവിന്, പ്രവചനാത്മാവിന് ഈ അങ്കിളെന്ന് പറഞ്ഞു ശമുവേൽ ബാലനെ പോലെ നിങ്ങളാകണമെന്ന്. അത് തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ശമുവേൽ ബാലനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ? സൺഡേ സ്കൂളിനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നല്ലൊരു ബാലനായിരുന്നു ശമുവേൽ ബാലൻ. അപ്പൊ രാമ എന്നുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് രാമ എന്ന് പറയുന്ന യെരൂശലേമിന് അടുത്തുള്ള ഒരു സ്ഥലം രാമ കേട്ടോ. ആ സ്ഥലത്ത് ഒരു അപ്പച്ചൻ ജീവിച്ചിരുന്നു, ഒരു അങ്കിൾ ജീവിച്ചിരുന്നു. അങ്കിളിന്റെ പേരാണ് ഏൽക്കാന. എന്തുവാ മക്കള്? ഏൽക്കാനയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആർക്കറിയാമോ? ശമുവേൽ ബാലന്റെ അമ്മയുടെ പേര് ഹന്നയും ഏൽക്കാനയും രാമ എന്നുള്ള സ്ഥലത്ത് താമസിച്ചിരുന്നു. എന്നാൽ ഹന്നയ്ക്ക് വളരെ ഈ വീട്ടിൽ തന്നെ വേറൊരു ആന്റി താമസിച്ചിരുന്നു. ആന്റിയുടെ പേര് പെനിന്ന കേട്ടോ. പെനിന്ന എന്ന ആന്റിയും ഹന്നയും ഏൽക്കാനയും ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പം ഈ പെനിനയ്ക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയാമോ? പെനിനയ്ക്ക് ഭയങ്കര സന്തോഷം. പെനിനയ്ക്ക് ധാരാളം മക്കളുണ്ട്, ധാരാളം പുത്രന്മാരും പുത്രിമാരും. ആർക്കുണ്ട്? പെനിനയ്ക്കുണ്ട്. പക്ഷെ ഹന്നയ്ക്കോ ഒരു മക്കളും ഇല്ലായിരുന്നു അല്ലേ. മക്കളില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ വീട്ടില് നിങ്ങളെ പപ്പയ്ക്കും അമ്മയ്ക്കും നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്ത് വിഷമം വന്നല്ലേ. അവരെങ്ങനെ താമസിക്കുമായിരുന്നു? വളരെ സന്തോഷം കാണുമായിരുന്നോ? കുഞ്ഞുങ്ങളുള്ള വീട്, ആരെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുള്ള വീട് ഉണ്ടല്ലേ? ഇവിടെ ആരെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്? ഭയങ്കര ലൈവായിരിക്കും അല്ലേ വീട്. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അവര് ഓടിച്ചാടി കളിക്കുന്നത്, അവര് ചാടുന്നത്, ബഹളം വയ്ക്കുന്നത് അല്ലേ. ഭയങ്കര സന്തോഷം അല്ലേ. അപ്പൊ ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. അപ്പം ഹന്നയ്ക്ക് എന്ത് തോന്നി? ഹന്നയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. പെനിനയ്ക്ക് ധാരാളം മക്കളുണ്ട്, പക്ഷെ ഹന്നയ്ക്കോ ഒരു പുത്രനോ പുത്രി പോലും ഇല്ല. ഹന്ന ഇരുന്ന് കരയാൻ തുടങ്ങി. ഹന്ന പട്ടിണി കിടന്നു, ഹന്ന ഉപവസിച്ചു, ഹന്ന പ്രാർത്ഥിച്ചു. ഭയങ്കര വിഷമം തോന്നി. പക്ഷെ പെനിന്ന എന്ത് ചെയ്തു? പെനിന്ന ഈ ഹന്നയെ കളിയാക്കുമായിരുന്നു. അയ്യോ, നിനക്ക് ഒരു മകനുമില്ലേ? എനിക്ക് ധാരാളം പുത്രിമാരും ഉണ്ടല്ലോ, നിനക്ക് ഒരു പുത്രനോ പുത്രിയില്ലല്ലോ. നീ എന്താ ചെയ്തത്? നീ പാപം ചെയ്തോ? ദൈവം എന്നെ അനുഗ്രഹിച്ചു, നിന്നെ അനുഗ്രഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെനിന്ന ഹന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഹന്നയ്ക്ക് എന്ത് വിഷമം തോന്നും അല്ലേ.
ചെയ്തു? എന്നിട്ടും ഈ ഹന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ച് അവസാനം ഷീലോവ് എന്നുള്ളൊരു ദേവാലയം ഉണ്ടായിരുന്നു. നമ്മള് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കും പോലെ രാമയിലുള്ള ജനങ്ങള് ഷീലോവിലെ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു പുരോഹിതൻ. ആരാ? ഏലി എന്നൊരു പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏലിയുടെ അടുത്ത് പോയി സങ്കടം എല്ലാം പറഞ്ഞു കേട്ടോ. ഈ ഹന്ന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏലി എന്ത് ചെയ്തെന്നറിയാമോ? ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു പടം ഞാൻ കാണിച്ചു തരാം. ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ടോ? കൈകൂപ്പിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ ഏലി എന്ത് ചെയ്യുന്നു? ആ കർക്കണി കൂടെ ഇങ്ങനെ നോക്കുന്നു ഹന്ന എന്ത് ചെയ്യണമെന്ന്. ഹന്ന വീഞ്ഞു കുടിച്ചാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഹന്നയുടെ മുഖമെല്ലാം വാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അതാ നോക്കുന്നുണ്ടോ? ഏലി നോക്കുന്നുണ്ടോ ഹന്ന ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അപ്പോ എന്ത് ചെയ്തു? ഹന്ന വളരെ വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പൊ ഏലി ആശ്വസിപ്പിച്ചു. ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കും, നിനക്കൊരു മകനെ തരും എന്ന് ആര് പറഞ്ഞു? ഏലി പറഞ്ഞു. അങ്ങനെ പിറ്റേ വർഷം ഹന്ന ഒരു മകനെ പ്രസവിച്ചു. ആ മകനെ എന്ത് പേരിട്ടു? ശമൂവേൽ എന്ന് പേരിട്ടു. ഈ ശമൂവേൽ വളർന്നു വലുതായി കുറച്ച് നിങ്ങളെ പോലെ ഉള്ള പ്രായം എത്തിയപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഏലി പുരോഹിതന്റെ അടുത്ത് നല്ലൊരു കുപ്പായൊക്കെ ഇട്ട് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ട് ഈ അമ്മ ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അന്ന് ഞാൻ വന്ന് പ്രാർത്ഥിച്ച വിഷയം ഇതാണ്. ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ദൈവം ഒരു മകനെ തന്നു. അപ്പൊ ഏലിയുടെ അടുത്ത് ഈ മകനെ കൊണ്ടുപോയി ഈ ദൈവത്തിന് വേണ്ടി ഈ ശമൂവേൽ ബാലനെ ഹന്ന നിവേദിച്ചു. ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കേട്ടോ. ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട് സമർപ്പിച്ചു. വേറെ ഒരു ജോലിക്കും വിട്ടില്ല. ഹന്നയുടെ തീരുമാനം, ഒരു മകനെ എനിക്ക് തരുകയാണെങ്കിൽ ഈ മകനെ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ നേർന്നുകൊള്ളാം, ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ദൈവം ഒരു മകനെ കൊടുത്തു. ആ മകനെ ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ എന്നിട്ട് അമ്മ തിരിച്ചുപോയി കേട്ടോ, വീട്ടിൽ തിരിച്ചുപോയി. അപ്പം ഏലിയുടെ അടുക്കല പിന്നെയുള്ള ജീവിതമെല്ലാം ശമൂവേൽ ബാലന്. അപ്പൊ ഏലിയുടെ അടുത്ത് ഒരു ദിവസം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ശമൂവേൽ ബാലൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. എന്താണെന്ന് അറിയാമോ? ശമൂവേലേ. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളൊക്കെ ആണെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾ കേൾക്കൂ? ഇല്ലേ? നല്ല ഉറക്കത്തിൽ കിടന്നങ്ങ് ഉറങ്ങും അല്ലേ? എന്നാലും ദൈവശബ്ദം കേൾക്കുന്ന ഒരു പൈതലായിരുന്നു ആര്? ശമൂവേൽ ബാലൻ. ശമൂവേൽ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ ഞെട്ടി ഉണരും. ദൈവം ആണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഉണരും. അങ്ങനെ ദൈവം സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ശമൂവേൽ ബാലൻ ഞെട്ടി എണീറ്റിട്ട് ആരാ എന്നെ വിളിക്കുന്നത്? ആരെയും കാണുന്നതില്ലല്ലോ. ഏലി പുരോഹിതന്റെ അടുത്ത് പോയി നോക്കിയപ്പോ ഏലി പുരോഹിതൻ ഉറങ്ങിക്കിടക്കുകയാണല്ലോ. ഏലി പുരോഹിതൻ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഏലി പുരോഹിതനെ അങ്ങനെ വിളിച്ചോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല മകനെ, നീ പോയി കിടന്ന്